എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വെബ് ഡിസൈനിങ്ങിൻ്റെ നമ്മൾ ട്യൂട്ടോറിയൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെബ് ഡിസൈനിങ്ങിൽ HTML, CSS, ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ തീർക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ചെയ്യാനായിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം കിട്ടിയത്. ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള HTML, CSS, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്യുന്നത് നിങ്ങളും ഞാനും നമ്മളോട് ചേർന്ന് പ്രോജക്റ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പം ആ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ഓരോന്നും ഇങ്ങനെ ഹലോ വേൾഡ് എന്താണ്, H1 എന്തിനാണ്, H2 എന്തിനാണെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഓരോന്നും തിയറി മാത്രം പറഞ്ഞു അത് വെച്ച് പ്രാക്ടിക്കലി പിന്നെ വേഗം തന്നെ ഇതിൻ്റെ ബേസിക്സും ബേസിക് ടു അഡ്വാൻസ് വരെ തീർത്തിട്ട് നമ്മളങ്ങനെ പ്രത്യേകം പ്രോജക്റ്റ് ചെയ്താണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നോട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തുടർച്ചയായിട്ട് എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ സ്കൂളും ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പരമാവധി വീഡിയോ കറക്റ്റ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൽ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഏകദേശം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് test.html എന്നെടുത്ത് നിങ്ങൾ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ HTML വന്നോളൂ, HTML ഫോം വന്നോളൂ എന്ന് പറഞ്ഞാൽ ഈ .html എടുത്താലേ കമ്പ്യൂട്ടറിന് HTML ഫയലാണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ മുമ്പേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഷിഫ്റ്റിൽ ഞെക്കി ഒന്നിൽ ഞെക്കുമ്പം ഇങ്ങനെ കാണിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി HTMLൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നോളും. അപ്പോൾ ഈ ഡോക് ടൈപ്പ് HTML എന്ന് വെച്ചാൽ ഇത് HTML5 കാര്യങ്ങളെല്ലാം ഇതിൽ വരാൻ വേണ്ടി ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നും പിന്നെ അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ ടാബിൽ എഴുതി കാണിക്കുന്ന ടൈറ്റിലാണ് ഈ ഡോക്യുമെൻ്റ് എന്ന പേര് നമ്മൾ കൊടുത്തേക്കുന്നത്. നമുക്ക് പേര് മാറ്റാം. അത് ഞാൻ ടൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മൾ തലഭാഗത്ത് തന്നെ മേൽഭാഗത്ത് കാണിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ കൊടുക്കണം. ഇനി അതിൻ്റെ ബോഡിയിൽ നമ്മൾ കാണുന്ന ഭാഗത്ത് കൊടുക്കാനുള്ളതാണ് ബോഡി കൊടുക്കുന്നത്. അപ്പോൾ ബോഡിയിൽ ആദ്യം നമുക്ക് ബേസിക് തുടങ്ങണം. എല്ലാവരും ചെയ്യണ കണക്ക് തന്നെ ആദ്യം H1 പഠിപ്പിച്ചു തരാം. എന്ന് പറഞ്ഞാൽ പല സൈസിലുള്ള ഹെഡിങ്ങിലുള്ള ഫോണ്ടിനെയാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ H1, H2, H3 എന്ന് പറഞ്ഞാൽ പല വലിപ്പത്തിലുള്ള ഫോണ്ടുകളാണ്. അപ്പോൾ H1 എടുത്ത് തന്നെ ഞാൻ ഹലോ എന്നടിക്കുകയാണ്. ഹലോ എന്നടിച്ച് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി വലിയ സൈസിലുള്ള ഹലോ വന്ന് ഞാനിപ്പം H2 അടിച്ച് ഹലോ എന്നടിക്കുകയാണ്. H2 അടിച്ച് ഹലോ എന്നടിച്ചാൽ ഇത്തിരി ചെറിയ സൈസിലുള്ള ഹലോ വരും. അങ്ങനെ H3 അടിച്ചാൽ അതിനേക്കാളും ചെറിയ സൈസിലുള്ള ഹലോ വരും. ഇനി നമ്മളിവിടെ ടൈറ്റിലിൻ്റെ കാര്യം ഞാൻ അടുത്ത് ഇതിൽ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചിട്ടാന്ന് പറഞ്ഞാണ്. ഞാൻ ഇവിടെ പ്രോജക്റ്റ് എന്ന് അടിക്കുകയാണ്. പ്രോജക്റ്റ് എന്നടിച്ചാൽ ഈ ടാബിൻ്റെ ഭാഗത്ത് ആ പേര് മാറിക്കോളും. ഇപ്പം നമ്മൾ കമ്പനി നെയിം കൊടുക്കണമെങ്കിൽ കമ്പനി നെയിം കൊടുക്കുക. നമ്മൾ എന്ത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വെബ്സൈറ്റിൻ്റെ എന്താണ് വെബ്സൈറ്റ് ആണെങ്കിൽ അപ്പം ആ കമ്പനിയുടെ പേര് ഇപ്പോൾ ആപ്പിൾ, ഫേസ്ബുക്ക് എന്ന് കൊടുക്കുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ആ പേര് കൊടുക്കുന്നത്. ഇവിടെ ഇനി ഐക്കൺ കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പാരഗ്രാഫ്. ഈ നമ്മൾ ഒരു വെബ് പേജിൽ മെയിൻ കാര്യങ്ങളാണ്. വെബ് പേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ഡിജിറ്റലി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് എഴുതണമല്ലോ, അത് നമ്മൾ H1 ഹെഡിങ് തൊട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇനി അടുത്ത മെയിനുള്ള കാര്യമാണ് പാരഗ്രാഫ്. അതിന് P ടാഗ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ പാരഗ്രാഫ് വന്നിട്ടുണ്ട്. പാരഗ്രാഫ് ഇതിൻ്റെ സൈസും കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് CSSൻ്റെ ക്ലാസ്സിൽ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം. CSS ഒരു ദീർഘമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ. CSS ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് വെബ് ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്ങിൽ മെയിനായിട്ടുള്ള കാര്യമാണ് CSS. അപ്പോൾ CSS വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്യണം, എല്ലാം നമുക്ക് പഠിക്കാം. ഇനി നമുക്കിപ്പം നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് കൊടുക്കുമ്പോൾ അതിങ്ങനെ നീണ്ടു കിടക്കുമ്പോൾ നമുക്കതൊരു ഇവിടെ നിന്ന് വെച്ച് മുറിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ഇവിടെ മുറിച്ച് മാറ്റി മുറിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ടാഗ്. അത് അതിനു വേണ്ടി നമ്മൾ BR എന്നാണ് ഈ ടാഗ് ഉപയോഗിച്ചാൽ ബ്രേക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത് വർക്കാവും, ടാഗ് വർക്കാവും. അപ്പോൾ ഇവിടെ വെച്ച് മുറിക്കും. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആ HTML ഫയലിൻ്റെ അകത്ത് ഇവിടെ കൊണ്ടുവന്ന് ബ്രേക്ക് അടിച്ചാൽ അത് ഇവിടെ നിന്ന് മുറിഞ്ഞ് താഴെ വരും. ഈ നുള്ള എന്ന് പറഞ്ഞ ഭാഗം തൊട്ട് താഴോട്ട് വരും.
ഇനി അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞ സ്പീഡ് വല്ലതും കൂടി പോകുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. ഞാൻ ആ സ്പീഡിൻ്റെ കാര്യം കുറയ്ക്കണം, ഞാൻ ശ്രദ്ധിക്കാം. അത് മനസ്സിലാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉടനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മൾ ഈ വെബ് പേജിൽ മെയിനായിട്ടുള്ള കാര്യമാണ് ബട്ടൺ. നമ്മൾ ബട്ടൺ ഉപയോഗിച്ചാണ് എല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തോടെ ഓരോ കാര്യങ്ങൾ മാറിപ്പോവുകയും വരെയും ഫോം സബ്മിഷൻ ആയാലും ആഡ് ടു കാർട്ട് ആയാലും എല്ലാം ബട്ടനാണ് വർക്കാവുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ബട്ടൺ. അപ്പോൾ ബട്ടൺ ആഡ് ചെയ്യണതിന് ഭയങ്കര എളുപ്പം. നമ്മൾ സാധാരണ നോർമലി ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഹെഡിങ് കൊടുക്കാൻ H, 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൊടുക്കാനാണ്. പാരഗ്രാഫ് എഴുതുന്നതിന് P ഉപയോഗിക്കും. വളരെ എളുപ്പത്തിൽ പഠിക്കാം. നമ്മൾ പ്രോഗ്രാമിംഗ് എല്ലാവരും വളരെ പാടാണ് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. പ്രോഗ്രാമിംഗ് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്തപ്പോൾ ഞാൻ ക്ലിക്ക് മീ നടിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം തന്നെ കേരളത്തിൽ ഡെവലപ്പേഴ്സ് കുറവാണ്. അപ്പോൾ ആ ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം നല്ല രീതിയിൽ കൂട്ടി എല്ലാവർക്കും ഇത് അവർ പാഠം ചിന്തിച്ചുള്ള നമ്മളാ കാഴ്ചപ്പാട് മാറ്റി ഇത് വളരെ എളുപ്പമാണെന്ന് എളുപ്പ രീതിയിൽ പഠിപ്പിച്ചെടുക്കാനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. ഇപ്പം ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ അപ്പം ക്ലിക്ക് മീ എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ വന്ന്. ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ മാറ്റാം, അതിൻ്റെ സൈസ്, ബോർഡർ വേണമെങ്കിൽ ബോർഡർ കളയാം, എന്തും ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് CSSൻ്റെ പോർഷനെ കവർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ഇമേജ്. അപ്പം ഇമേജ് നമ്മൾ വെബ്സൈറ്റിൽ മെയിനായിട്ടുള്ള കാര്യമാണ്. ഇമേജിലാണ് നമ്മൾ നല്ല നല്ല ഇമേജുകളാണ് വെബ്സൈറ്റിന് ഇത്തിരി ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ഇമേജ് ആഡ് ചെയ്യാൻ ഇമേജ് എന്ന ടാഗ് കൊടുത്ത് ഇതിൻ്റെ ./ ഡെസ്ക്ടോപ്പ് wallpaper.jpg തീർക്കാം. ഈ ആർട്ട് കൊടുത്തേക്കണത് എന്താ പക്ഷേ സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഇത്തിരി റേഞ്ച് കുറഞ്ഞ സ്ഥലത്തൊക്കെ ആ ഫോട്ടോ ആദ്യം വരില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും നോട്ട് ഫൗണ്ട് എന്ന് എന്തെങ്കിലും എഴുതിയിരുന്നാൽ ആ ഇമേജ് പറഞ്ഞ ഭാഗത്ത് കാണിക്കും നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ നെറ്റ് സ്പീഡ് കുറവാണ്, അങ്ങനെ എഴുതി കാണിക്കും. അതിനുവേണ്ടിയാണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, അതൊക്കെ കാര്യം ഭവിഷ്യമായിട്ടുണ്ട്. ഇത് നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിത് കൊടുക്കണം, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇമേജ് സെർച്ച് കൊടുത്താൽ ആ ഇമേജ് വന്ന്. പക്ഷേ ഇതിൻ്റെ സൈസൊക്കെ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഈ സൈസ് നമുക്ക് കുറയ്ക്കാനൊക്കെ കഴിയുന്നതാണ്. കുറയ്ക്കാൻ നമുക്ക് CSS ഉപയോഗിച്ച് എൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ വെച്ച് നമുക്ക് സൈസ് കുറയ്ക്കാവുന്നതാണ്. ഇനി അടുത്തത് ടാഗ്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അടുത്തടുത്ത പേജിൽ പോലും കോൺടാക്റ്റ്, നമ്മളൊരു മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺടാക്റ്റ്, എബൌട്ട്, സർവീസ് എന്നൊക്കെ വരുമ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പം അങ്ങനെയുള്ള ആ ക്ലിക്കിൽ ഒരു അടുത്തടുത്ത പേജിലോട്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആങ്കർ ടാഗ് ഫംഗ്ഷൻ. ഇത് ഏത് ലിങ്കിലോട്ട് പോകണമെന്ന് ഇപ്പോൾ കൊടുക്കും. നമ്മളിപ്പം ഇത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുത്ത് ടെസ്റ്റിൻ്റെ അകത്ത് ഒന്നും ഇട്ടിട്ടില്ല. ടെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ടെസ്റ്റിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന ഫയലിനെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫയലിൻ്റെ അകത്ത് ഞാൻ ക്ലിക്ക് എന്നടിക്കുകയാണ്. നെക്സ്റ്റ് പേജ് എന്നടിക്കുക. നെക്സ്റ്റ് പേജ് എന്ന് ഞാനിപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നെക്സ്റ്റ് പേജിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ആ ടെസ്റ്റ് HTML എന്നാണ് പേജ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അടുത്തടുത്ത പേജിലോട്ട് മാറിപ്പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഈ ആങ്കർ ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അടുത്ത കോൺടാക്റ്റ് ഫോമിലോട്ട് ആ കോൺടാക്റ്റ് HTMLലോട്ട് പോകണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ആങ്കർ ടാഗ് ഉപയോഗിക്കുന്നത്. തൽക്കാലം ഇത് ഞാൻ മാറ്റി, ഇമേജ് ആഡ് ചെയ്യുന്ന കാര്യം ഞാൻ മാറ്റിയിടുകയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റൈലെടുത്ത് മാറ്റിയിട്ടേക്കാം. അത് നിങ്ങൾക്ക് സ്റ്റൈലൊക്കെ ഞാൻ കൊടുക്കണമെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ ഈ അടുത്ത സീസണിൻ്റെ ക്ലാസ്സിൽ നല്ല വിശദീകരിച്ച് പറഞ്ഞു തന്നെയാണ്. ഈ രീതിയിലാണ് നമ്മളൊരു സൈസ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇമേജിൻ്റെയൊക്കെ സൈസ് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇമേജിൻ്റെ അകത്ത് ഇപ്പോൾ 2 ഇമേജ് ഇങ്ങനെ ഈ ഇമേജ് പകുതി ഉണ്ടെന്ന് ഈ ഇമേജ് പകുതി ഉണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ആ CSSൻ്റെ ക്ലാസ് ഞാൻ CSS ഞാൻ മെയിനായിട്ട് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും. HTML പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ CSS പഠിക്കാൻ ചെറിയൊരു പാടുണ്ട്. ഓരോ സ്ഥലത്ത് എങ്ങനെ കൊടുക്കണമെന്നുള്ള തെറ്റ് തന്നെയാണ്. അതൊക്കെ ഞാൻ വിശദീകരിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്തതാണ് പലതരം ഫോണ്ടുകൾ. നമുക്ക് ഈ ഫോണ്ടുകൾ പലതരത്തിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ടാലിക്കിൻ്റെ അകത്ത് ഞാൻ ഫ്യൂച്ചർ ബീറ്റ് എന്ന് ഞാൻ കൊടുത്ത ആ ഫ്യൂച്ചർ ബീറ്റിനൊരു ചെറിയ വ്യത്യാസം കണ്ടോ, ആ ഒരു ചരിവ്. അതുപോലെ നമുക്ക് ഓരോ ഫോണ്ട് നമുക്ക്
ഒരു തരം ഫോണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പലതരം ഫോണ്ടുകളുണ്ട്. ഇപ്പം യു ഉണ്ട്, ഇതിലിപ്പോൾ ഞാൻ ആപ്പിൾ എന്ന് കൊടുത്ത്. അപ്പോൾ പലതരം ഫോണ്ടുകൾ കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ സ്ട്രോങ് ഉണ്ട്, സ്ട്രോങ്ങിൻ്റെ അകത്ത് ഞാൻ ഓറഞ്ച് എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഡിലീറ്റ് എന്നുള്ളൊരു ഇതുണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ മാംഗോ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കൊടുത്ത് ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പം ആപ്പിള്, ഓറഞ്ച് ഇതൊരു ബോൾഡായിട്ട് മാങ്ക വെട്ടിയേക്കണം. ഈ ഡിലീറ്റ് ആയിട്ട് നമ്മൾ ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ വെട്ടി കൊടുത്തിട്ടില്ലേ, ഇതുപോലെ ഡിലീറ്റ് ആയിട്ട് ആ രീതിയിലൊക്കെ ആഡ് ചെയ്യാൻ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഇനി പലതരം ഫോണ്ട് ആഡിങ് സിസ്റ്റം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ബ്രൗസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ ഏതൊക്കെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് എളുപ്പത്തിന് വേഗം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. പല സൈറ്റുകളുണ്ട് നമുക്ക് HTML സംശയമൊക്കെ അപ്പോൾ കവർ ചെയ്തതിന് ഞാൻ കവർ ചെയ്ത് പോകണ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഓരോ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് അതിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി ലിസ്റ്റുകളുണ്ട്. നമ്മളെ വെബ്സൈറ്റ് മെയിനായിട്ടുള്ള കാര്യമാണ് ലിസ്റ്റുകൾ. ഈ ലിസ്റ്റുകളൊക്കെ ഇപ്പോൾ എഴുതുമ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് ഇനി എവിടെയാണ് ഉപയോഗിക്കുന്നത് സംശയമൊക്കെ വരും. അതൊക്കെ നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ 2 തരം ലിസ്റ്റുണ്ട്. ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് 1, 2, 3 അങ്ങനെ എഴുതി പോകണം. അപ്പോൾ അതിലെല്ലാം ഇട്ട് ലിസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ആപ്പിള്, ഓറഞ്ച്, മാങ്കോ ഇപ്പം ഇങ്ങനെ കൊടുത്ത്. ഇപ്പോൾ 1, 2, 3 എന്ന അളവിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ഞാനിവിടെ അൺഓർഡർ ലിസ്റ്റ് കുത്തിട്ട് നമ്മൾ ഡോട്ടിട്ട് എഴുതൂലേ, അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് അതിൽ ഇതേ രീതിന് ഏത് ടൈപ്പിലാണ് നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ബാക്കി ലിസ്റ്റിൻ്റെ ഈ എല്ലാം തന്നെ അതിൻ്റെ അകത്ത് എഴുതുന്നത്, ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നോക്കാം. ഡോട്ടിട്ട് വന്ന രീതി കണ്ട. അപ്പോൾ ഇത് നമ്മൾ 1, 2 ഓർഡറിൽ വരുന്നത്, ഇത് അൺഓർഡർ ഡോട്ടിൽ വരുന്നതിന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. ഇനി അടുത്ത ലേബലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ലേബൽ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഈ ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം വളരെയധികം ഗുണമാണ് നമുക്ക് ഈ ലേബൽ ഉപയോഗിക്കുന്നത്. ലേബലിൻ്റെ നമ്മൾ ഫോമിലൊക്കെ ഉപയോഗിക്കും, അല്ലാതെയും പല സ്ഥലത്തും ലേബൽ ഉപയോഗിക്കുന്നത്. അത് ഈ ടെക്സ്റ്റായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ലേബലിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുന്നില്ല. ഫ്യൂച്ചർ വീട്ടിൽ നോക്കിയാണ് ഈ ഫസ്റ്റ് നെയിം നോക്കാം. ഞാൻ ഫസ്റ്റ് നെയിം എന്നപ്പോൾ കൊടുത്ത്. ഇപ്പോൾ ഫസ്റ്റ് നെയിം തന്നു. അപ്പോൾ സാധാ പാരഗ്രാഫിനൊക്കെ തന്നെ തോന്നും. ഇതിന് പ്രത്യേക വേറെ ഗുണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പ്രോജക്റ്റിൽ പറഞ്ഞു തരാണ്. ഇപ്പോൾ അത് ഞാൻ CSS അല്ലെങ്കിൽ CSS ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഞാനിപ്പം വേറെ H3 പരിചയപ്പെട്ടില്ലല്ലോ. അപ്പോൾ H3 തന്നെ ഇനി സ്പാൻ എന്നുള്ളൊരു കാര്യമുണ്ട്. ഹലോ വേൾഡ് എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ സ്പാനിൻ്റെ അകത്ത് ഞാൻ ഹലോ വേൾഡ് കൊടുത്ത്. പക്ഷേ നമ്മൾ ആ H3 തന്നെ വർക്ക് ആവണം. ഈ സ്പാനിൻ്റെ അകത്തിട്ട് നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചില ഇതിലൊക്കെ സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ എക്സ്പ്ലോർ ദ വേൾഡിൻ്റെ ഭാഗം ചുമന്ന് നടക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൻ്റെ അകത്ത് ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ചുമന്ന് നടക്കുന്ന ചിലപ്പോൾ സംശയം തോന്നിക്കാണും. ആ സംശയം അത് നമ്മളിങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സ്പാനിൻ്റെ അകത്ത് നമുക്ക് സ്റ്റൈൽ കൊടുത്ത് ആ CSS നമുക്ക് സ്പാനിൻ്റെ പ്രത്യേകം സെലക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് കളർ മാറ്റാവുന്നതാണ്. അപ്പോൾ വേൾഡിന് മാത്രം കളർ മാറും. അതൊക്കെ ആ വെബ്സൈറ്റിൻ്റെ ഡിസൈനിങ്ങിൽ നല്ല ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻപുട്ട് ഫീൽഡ്, അത് ഫോമിലും പല സ്ഥലത്തും നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഇൻപുട്ട് ഫീൽഡ്. അപ്പോൾ ഇൻപുട്ട് ഇപ്പോൾ ടൈപ്പ് ടെക്സ്റ്റാണ്. ഇപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ പേര് കൊടുക്കാം. നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈ പാസ്വേഡ്
ഇവിടെ പാസ്വേഡ് കൊടുത്ത് ഇപ്പോൾ നമ്മൾ കുത്തായിട്ട് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതുന്ന കാര്യം കാണിച്ചു തരും. ഇതിൻ്റെ അകത്ത് പാസ്വേഡായിട്ട് കാണിച്ചു തരും. അതുപോലെ ഇൻപുട്ടിൽ വേറെ കാര്യങ്ങളുണ്ട്. ഒരു ബട്ടനാണ്, അത് കാണിച്ചു തരാം. ഇൻപുട്ട് സബ്മിറ്റ് കൊടുക്കുമ്പം സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ വരികയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു ഫോമിൻ്റെ അകത്ത് നമ്മൾ കോൺടാക്റ്റ് ഫോം വെബ്സൈറ്റിൽ അവസാനം നോക്കുമ്പോൾ ഫീഡ്ബാക്ക് എഴുതാനൊക്കെ കോൺടാക്റ്റ് ഫോം കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇതേ രീതിയിലാണ് കൊടുക്കുന്നത്. ഇതേ സ്ട്രക്ചറിൽ തന്നെ നമ്മളൊരു വീടിൻ്റെ അടിത്തറ കെട്ടണ പോലെ തന്നെ നമ്മളൊരു പ്ലാനാണ് ഇത് വരച്ചിടേണ്ടത്. ഇതിന് വേണ്ടി നമ്മൾ ഈ ഇമേജിൻ്റെ സൈസ് ഫുള്ളാക്കി ഹെലോയെ നടുക്ക് കൊണ്ടുവന്ന് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഓരോ പേജിന് ഓരോ ആങ്കർ ടാഗൊക്കെ കൊടുത്ത് ബട്ടനും ലിസ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ പിന്നെ CSS വെച്ചാണ് അതൊരു നല്ല ഡിസൈൻ ആക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ എഴുതി ഇട്ടിട്ടാണ് ഇതിനെയാണ് നമ്മൾ ഓരോ സ്ഥലത്തോട്ടും പറക്കി അലൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാവുന്നതാണ് ഇൻപുട്ട് കുറേ ഉണ്ട്. ഇൻപുട്ടെല്ലാം ഞാൻ കവർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇൻപുട്ടൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ 1 2 3 ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കില്ല. ഏജൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കില്ല. അല്ലെങ്കിൽ എത്ര എണ്ണം വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കില്ല. അതിനാണ് ഈ നമ്പർ എത്ര നമ്പർ സാധനം നമുക്ക് വേണമെന്നതിനാണ് ഇത് ചോദിക്കുന്നത്. പിന്നെ അടുത്തത്, വീഡിയോ നല്ല രീതിയിൽ ദീർഘിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഇത്ര വെച്ച് ഞാൻ നിർത്തുകയാണ്. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം.